നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ജില്ലയിൽ സമീപകാലത്തുണ്ടായ മുങ്ങിമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ കർശനമാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പുത്തൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ഗ്രാമസഭ സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മണ്ണുത്തി സ്വദേശികളായ വിദ്യാർത്ഥികളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ജലാശയ സുരക്ഷാ നടപടികൾ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു. തൃശൂർ ജില്ലയിൽ സമീപകാലത്തുണ്ടായ മുങ്ങിമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിനോദത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ജലാശയങ്ങൾ സന്ദർശിക്കുന്നവരുടെ സുരക്ഷയ്ക്കായുള്ള മുൻകരുതൽ നടപടികൾ ചർച്ച ചെയ്യാൻ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. 61 കിലോമീറ്ററോളമുള്ള തീരദേശവും നദികളും പുഴകളുമുള്ള തൃശൂർ ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന മുങ്ങിമരണങ്ങൾ ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അഭിപ്രായപ്പെട്ട കളക്ടർ 2 ആഴ്ചയ്ക്കുള്ളിൽ അപകടകരമായ ജലാശയങ്ങളുടെ ഒരു ഓഡിറ്റ് നടത്തണം എന്ന് ഫയർഫോഴ്സ്, പോലീസ്, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അപകടകരമായ സ്ഥലങ്ങൾ ഓഡിറ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞ് അവയുടെ മാപ്പിംഗ് അടിയന്തരമായി നടത്തണം. ഇത്തരം സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ആവശ്യമായ എല്ലാ ഭാഷകളിലും 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ലൈഫ് ജാക്കറ്റുകൾ പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം സജ്ജമാക്കണം. കഴിയുന്നിടത്തെല്ലാം ഫെൻസിംഗ് നടത്തണമെന്നും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അപകട മേഖലകളിൽ തന്നെ ലഭ്യമാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായി ജലാശയ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണമെന്നും കളക്ടർ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നീന്തൽ ഒരു ലൈഫ് സ്കിൽ എന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരണം നടത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ കോളേജ് വിദ്യാഭ്യാസം ഡെപ്യൂട്ടി ഡയറക്ടർ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർ എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ ട്രെയിനിംഗ് മൊഡ്യൂളുകളും ഗൈഡ് ലൈനുകളും തയ്യാറാക്കി നോഡൽ ഓഫീസർമാർക്ക് നൽകാൻ ഫയർ അക്കാദമി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. NSS, NCC ക്യാമ്പുകളുടെ ഭാഗമായും ഇത്തരത്തിലുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ജില്ലയിൽ ഒരു വർഷം കുറഞ്ഞത് 10,000 പേർക്ക് നീന്തൽ പരിശീലനം നൽകാൻ കഴിയും വിധം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. ഇതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ, സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ വിവിധ തലങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ഫെബ്രുവരി മുതൽ നടപ്പിലാക്കാൻ കളക്ടർ നിർദ്ദേശിച്ചു. പീച്ചിയിലെ ഇറിഗേഷൻ ഡിവിഷന്റെ കീഴിലുള്ള സ്വിമ്മിംഗ് പൂളിൽ പൊതുജനങ്ങൾക്ക് നീന്തൽ പരിശീലനത്തിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ആപ്തമിത്ര, കുടുംബശ്രീ, യുവജന ക്ഷേമ ബോർഡ് എന്നിങ്ങനെയുള്ള വിവിധ ഏജൻസികളുടെ കീഴിൽ വോളണ്ടിയർ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് രക്ഷാ ദൗത്യങ്ങളിൽ ഏർപ്പെടാനാകും വിധം പരിശീലനം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സിവിൽ ഡിഫൻസ് അക്കാദമി, പോലീസ്, ഫയർഫോഴ്സ് എന്നീ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. എല്ലാ വകുപ്പുകളും ആവിഷ്കരിച്ച പദ്ധതികളുടെ ത്രൈമാസ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. വാർഷിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നീന്തൽ പരിശീലിപ്പിച്ച ക്ലബ്ബുകൾക്കും സ്ഥാപനങ്ങൾക്കും മേഖല തിരിച്ച് അവാർഡുകൾ നൽകാനും യോഗം തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ജില്ലാതലത്തിൽ മേൽനോട്ടം വഹിക്കാൻ സബ് കളക്ടർ അഖിൽ V മേനോനെ ചുമതലപ്പെടുത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ യോഗ തീരുമാനങ്ങളുടെ ഒരു റിവ്യൂ മീറ്റിംഗ് നടത്താൻ കളക്ടർ നിർദ്ദേശിച്ചു. തൃശൂർ സിറ്റിയിൽ 2024 63 പേർ വിവിധ ജലാശയ അപകടങ്ങളിൽ മരണപ്പെട്ടു. 2023 ഇത് 77 ആയിരുന്നു. റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ജലാശയ അപകടങ്ങളിലാണ്. യോഗത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, സബ് കളക്ടർ അഖിൽ V മേനോൻ, ADM T. മുരളി, ഡെപ്യൂട്ടി കളക്ടർ K. കൃഷ്ണകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. കൂടുതലായിട്ടുള്ള ക്യാമ്പ്സ് നടത്തുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ടാർഗറ്റിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുശേഷം സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സ്കൂളുകളിലും കോളേജുകളിലും ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യും. പറ്റുന്നത്ര സൗകര്യങ്ങളുള്ള സ്കൂളുകളിൽ നിർബന്ധമായിട്ടും കൂടുതൽ കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ഗ്രാമസഭ സംഘടിപ്പിച്ചു.
2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും സ്വയം തൊഴിൽ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS സജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ നളിനി വിശ്വംഭരൻ, ബിന്ദു സേതുമാധവൻ, PB സുരേന്ദ്രൻ, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. അതിനനുസരിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം നമുക്കുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്നാണ് ഈ ഗ്രാമസഭയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം വീടുകളിൽ കഴിക്കാനാവും നിങ്ങൾക്കൊരു വരുമാന മാർഗം, ആരെയും ആശ്രയിക്കാതെ ഒരു വരുമാന മാർഗം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അതിനൊരു അവസരം പഞ്ചായത്ത് ഒരുക്കി തരാനായിട്ടുള്ള നടപടിയിലേക്കാണ് ഇനി പോകാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്ക് ഇവിടെ പുത്തൂർ സുവാർഡിക്കൽ പാർക്കും ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറുന്ന നമ്മുടെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തരം പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ ഭിന്നശേഷിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കളിപ്പാട്ട നിർമ്മാണം. അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഒരു യൂണിറ്റ് നമുക്ക് രൂപീകരിച്ച് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ നിങ്ങൾക്കൊരു വരുമാന മാർഗമാകും, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അത് മുതൽക്കൂട്ടായിട്ട് മാറുകയും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കി തരാം. അതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നാൽ നമുക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ പഞ്ചായത്ത് മുന്നിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇന്നത്തെ ഈ ഗ്രാമസഭയിൽ വലിയേറിയ നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും കൂടി എടുത്തുകൊണ്ട്, അതായത് നമ്മൾ പഞ്ചായത്ത് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാനായിട്ട് സാധിക്കും. അതുകൂടി ആ നിർദ്ദേശങ്ങൾ കൂടി കേട്ടതിന് ശേഷം തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്തിന് നൽകിയ വനിതാ ജിമ്മിന്റെ പ്രവർത്തന ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. വാഴാനി ഡിവിഷൻ മെമ്പർ PS വിനയൻ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, മെമ്പർമാരായ AR കൃഷ്ണൻകുട്ടി, ശാന്ത ഉണ്ണികൃഷ്ണൻ, VS ഷാജു, CDS ചെയർപേഴ്സൺ അജിത സുനിൽ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. PT മണികണ്ഠൻ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ തരത്തിൽ ഉള്ള വ്യായാമം ചെയ്യുന്ന 10 ഉപകരണങ്ങൾ തെക്കുംകര പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗതാഗത സൗകര്യങ്ങളായി പണ്ട് നമ്മൾ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു പോകുന്ന പല സ്ഥലങ്ങളും നമ്മൾ നടന്നാ പോയിരുന്നത്. നമ്മുടെ കുട്ടികൾ വീടുകളിലേക്ക് വരുന്നതും പോകുന്നതും സ്കൂളിൽ നിന്ന് വാഹനങ്ങളിലാണ് അല്ലേ. മുമ്പ് നമ്മളൊക്കെ നടന്നു പോയി വഴിയിൽ കാണുന്ന മാങ്ങ കല്ലെറിഞ്ഞ്, വടിയെറിഞ്ഞ്, പുളിയമ കല്ലെറിഞ്ഞ്, സൈഡിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ നടന്നിരുന്നത് നമ്മുടെ കാലത്ത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നേരെ വീട്ടിൽ രാവിലെ വണ്ടി വന്ന് നിൽക്കുന്നു, കുട്ടികൾ വണ്ടിയിൽ കയറുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അവിടെ ഇറങ്ങുന്നു, കഴിഞ്ഞ് നേരെ തിരിച്ചു വരുന്നു, വീട്ടിലെത്തുന്നു. കുട്ടികൾക്ക് പോലും യഥാർത്ഥത്തിൽ പഴയ പോലെ സൗകര്യങ്ങളില്ല. വൈകുന്നേരങ്ങളിൽ ട്യൂഷന് പോകണു, അല്ലെങ്കിൽ പഠിക്കാൻ നിർബന്ധിതരാകുന്നു, അവരൊന്നും ഓടിക്കളിക്കുന്ന പോലുമില്ല. അപ്പം അങ്ങനെ നമ്മുടെ വ്യായാമത്തിൻ്റെ പല അവസരങ്ങളും സ്വാഭാവികമായി ഇല്ലാതായി. വ്യായാമം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നു. മസിലുകൾ ഇല്ലാതാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. മസിൽ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കരുത്തില്ലാതാവുക എന്നാണ്. ഈ കാലിന്റെ മസിലൊക്കെ നമ്മൾ നടന്നുണ്ടാക്കിയിരുന്നത്. വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാളായ യൂട്യൂബറെ കർണാടകയിൽ നിന്നും പിടികൂടി. മോട്ടോർ സൈക്കിളിൽ പോയിരുന്ന മണ്ണുത്തി സ്വദേശിയെയും കൂട്ടുകാരനെയും കാറിടിപ്പിച്ച കേസിലെ പ്രതികളിൽ ഒരാളും യൂട്യൂബറുമായ മണവാളൻ എന്ന് വിളിക്കുന്ന കേച്ചേരി എരനല്ലൂർ സ്വദേശിയായ പുഴങ്കര ഇലത്ത് വീട്ടിൽ മുഹമ്മദ് ഷഹീൻ ഷാ എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോവിന്റെ നേതൃത്വത്തിലുള്ള സാഗോക് ടീം അംഗങ്ങൾ കർണാടകയിലെ കോന്തഗിരി മടിക്കേരിയിൽ നിന്നും പിടികൂടിയത്. 2024 ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അയ്യന്തോൾ ചുങ്കം റോഡിന് സമീപം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തിരുന്ന മണ്ണുത്തി സ്വദേശിയായ യുവാവിനെയും കൂട്ടുകാരനെയും കാറിൽ പിന്തുടർന്നു വന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അപകടത്തെ തുടർന്ന് 2 പേർക്കും പരിക്കേറ്റിരുന്നു. ഇക്കാര്യത്തിൽ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു.
തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിൽ കേസിൽ ഉൾപ്പെട്ട 6ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിലെ വാഹനം ഓടിച്ചിരുന്ന ഷഹീൻ ഷാ സംഭവത്തിന് ശേഷം കേരളത്തിന് പുറത്ത് ഒളിവിൽ പോവുകയും ചെയ്തു. തുടർന്ന് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കർണാടകയിൽ നിന്നും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരായ വെസ്റ്റ് ഇൻസ്പെക്ടർ പി ലാൽകുമാർ, സബ് ഇൻസ്പെക്ടർ സിസിൽ ക്രിസ്ത്യൻ രാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുശാന്ത്, ബിഒ എന്നിവരും സഹകംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിംസൺ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. IQA ക്വിസ് ചാമ്പ്യൻഷിപ്പ് ജനുവരി 28-ന്. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്ററിന്റെ ക്വിസിംഗ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഔദ്യോഗിക ജില്ലാ ക്വിസ് ചാമ്പ്യൻ ടീമിനെയും ഔദ്യോഗിക സംസ്ഥാന ചാമ്പ്യനെയും കണ്ടെത്തുന്നതിനായി IQA ഏഷ്യ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ഔദ്യോഗിക ജില്ലാ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു. ജനുവരി 28-ന് രാവിലെ 10-ന് കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ സ്കൂളിൽ നടക്കുന്ന തൃശൂർ ജില്ലയിലെ മത്സരത്തിൽ
ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 2 പേരടങ്ങുന്ന ടീമുകളായി പങ്കെടുക്കാം. വിജയികളെ ജില്ലയുടെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂളായി ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കും. ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. IQA ഏഷ്യയിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന രജിസ്ട്രേഷൻ ഡ്രൈവിൽ വിദ്യാർത്ഥികൾക്ക് ക്വിസ് പ്ലെയറായി IQA ഏഷ്യയിൽ രജിസ്റ്റർ ചെയ്യാം. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പോർട്ടലിൽ ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യാം. 1 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീ 177 രൂപയാണ്. ക്വിസ് പ്ലെയറായി രജിസ്റ്റർ ചെയ്യുന്ന 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് IQA ക്വിസ് പ്ലെയർ രജിസ്ട്രേഷൻ കാർഡും 12 മാസം IQA കണ്ടന്റും ഓൺലൈനായി ലഭിക്കും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി ഇമെയിൽ വഴിയോ ഫോൺ നമ്പർ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 7012569672. കുട്ടനല്ലൂർ LMLP സ്കൂളിന്റെ 99ാം വാർഷികവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെള്ളിയാഴ്ച രാവിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച് പതാക ഉയർത്തും. 99 വർഷങ്ങൾക്ക് മുൻപ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയത്തിൽ ഒല്ലൂർ കല്ലൂക്കാരൻ വറീദ് സംഭാവന നൽകിയ സ്ഥലത്ത് താൽക്കാലിക ഷെഡിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ അന്നത്തെ സാഹചര്യത്തിൽ കുട്ടനല്ലൂർ, പടവരാട്, അഞ്ചേരി, എളന്തുരുത്തി പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറെ സഹായകരമായി. പിന്നീട് കൂടുതൽ ഡിവിഷനുകളോടെ പുരോഗമിച്ച് മുന്നോട്ടുപോയി. ഇന്ന് കൂടുതൽ വിദ്യാലയങ്ങൾ വന്നതോടെ പഴയ പ്രതാപം കുറഞ്ഞു പോയെങ്കിലും 4 അധ്യാപകരും 200-ൽ പരം വിദ്യാർത്ഥികളുമായി ഇന്നും സജീവമായി പ്രവർത്തിക്കുകയാണ്. കുട്ടികളുടെ പഠനേതര വിഷയങ്ങളിലും പാഠ്യവിഷയങ്ങൾക്കൊപ്പം പ്രാധാന്യം നൽകി മികച്ച തലമുറയെ വാർത്തെടുക്കുകയാണ് സ്കൂളിന്റെ ലക്ഷ്യം. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നടത്തുന്ന വാർഷികാഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശ്യാമള വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും. പുതിയതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം തൃശൂർ MLA P. ബാലചന്ദ്രൻ നിർവഹിക്കും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക സ്മിത പോൾ, കൗൺസിലർ ശ്യാമള വേണുഗോപാൽ, ശതാബ്ദി ആഘോഷ കൺവീനർ MN ശശിധരൻ, OSC പ്രസിഡന്റ് തോമസ് കാളിയങ്കര, PTA പ്രസിഡന്റ് ജോയ്സൺ തേർമടം എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ക്ലേലിയ ബർബിയേരി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 42ാം വാർഷികം ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ കൗൺസിലർ PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിമല പനയ്ക്കൽ, ഇന്ത്യൻ ഡെലിഗേഷൻ സുപ്പീരിയർ സിസ്റ്റർ എലിസബത്ത് കള്ളിവളപ്പിൽ, കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, PTA പ്രസിഡന്റ് ഷാജു എടക്കളത്തൂർ, ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്ട്, സ്കൂൾ ലീഡർ ശ്രീദേവ് P. മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. സ്റ്റേറ്റ് ലെവൽ വരെ എത്തി നിൽക്കുക. ഇനി പാഠ്യേതര പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ഉപജില്ലയിലെ കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും ഒക്കെ തന്നെ അഗ്രിഗേറ്റ് 2ാം സ്ഥാനമൊക്കെ നേടുക എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ മികവ് വിളിച്ചോതുന്നതാണ്. അതുകൊണ്ട് ആഗ്രഹവും ആശയും ഇനിയും കൂടുതൽ ഈ വിദ്യാലയം ഉന്നത ശ്രേണിയിൽ കടന്നു വരട്ടെ എന്ന് മാത്രമാണ്. ഞങ്ങൾ ആനുവൽ ഡേ ആണെങ്കിൽ വൈകുന്നേരം അന്ന് പഠിച്ചു പോയ ആളുകളെല്ലാവരും ഒത്തുചേർന്നിരുന്നത് ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് എന്നുള്ളത് എപ്പോഴും ജീവിതത്തിൽ ഓർക്കുന്ന മൊമെന്റുകളാണ്. ഇന്നും ഞങ്ങളുടെ ആ സൗഹൃദം ഇന്നിപ്പോൾ കാലഘട്ടം മാറി വാട്സപ്പ് കൂട്ടായ്മയായി. ഞങ്ങളുടെ ആ ക്ലാസ്സിലെ ഏകദേശം 99% ആളുകളും ഞങ്ങൾ ഇന്നും കോണ്ടാക്റ്റിലിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുപോലെ നമ്മുടെ സ്കൂളിന്റെ ആനുവൽ ഡേ ആണ് എന്നുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ജില്ലാ സമഗ്ര മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി അരണാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെ പകൽ വീട്ടിലെ 20ഓളം പേർ വരുന്ന അന്തേവാസികൾക്ക് 2025 ഫെബ്രുവരി 6 മുതൽ 2026 ജനുവരി 5 വരെ ദിവസവും പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ചായ, സ്നാക്സ് എന്നിവ വിതരണം ചെയ്യുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 4-ന് ഉച്ചയ്ക്ക് 2-ന് മുൻപ് ലഭിക്കണം. ഫോൺ നമ്പർ 0487
2385981. കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ നടത്തിയ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും മോചനം നൽകുക, സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കളിലും കുട്ടികളിലും ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂർ സിറ്റി പോലീസ് 2023 ജനുവരിയിലാണ് ജില്ലയിൽ ഈ പദ്ധതി ആരംഭിച്ചത്. ഡിജിറ്റൽ അഡിക്ഷനും അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഇതിനോടകം 250-ലധികം കുട്ടികൾക്ക് സൗജന്യ കൗൺസിലിംഗ് സേവനവും 50ഓളം ബോധവൽക്കരണ ക്ലാസുകളും ഡി അഡിക്ഷൻ സെന്റർ സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന സെന്റർ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. സൈക്കോളജിസ്റ്റുകളുടെ സേവനവും കൗൺസിലിംഗും ബോധവൽക്കരണ ക്ലാസുകളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സൗജന്യമായി നൽകി വരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പട്ടികവർഗ യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം എന്ന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓപ്പറേറ്റർ CNC ടർണിംഗ് ആൻഡ് വെർട്ടിക്കൽ മെഷീനിംഗ് സെന്റർ എന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിലധിഷ്ഠിത റെസിഡൻഷ്യൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ 18 മുതൽ 23 വയസ്സുവരെ പ്രായമുള്ള SSLCയോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 10 പട്ടികവർഗ യുവജനങ്ങൾക്കാണ് അവസരം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ള കടലാസിൽ എഴുതിയ അപേക്ഷയും വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വയസ്സ്, വിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഫെബ്രുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO, തൃശൂർ 680307 എന്ന വിലാസത്തിലേക്ക് അയക്കണം. ഫോൺ നമ്പർ 0480296040. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനിയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക്. മണ്ണുത്തി സെന്ററിൽ മേൽപ്പാലത്തിന് താഴ്വശത്തെ സർവീസ് റോഡിന്റെ വശങ്ങളിൽ നിന്നും കയ്യേറ്റം ഒഴിവാക്കുന്നു. മണ്ണുത്തി മുതൽ നടത്തറ വരെ ദേശീയപാതയുടെ ഇരുവശത്തും നടപ്പാത കയ്യേറി നിരവധി അനധികൃത കച്ചവടങ്ങൾ രാപ്പകൽ നടന്നു വരുന്നത് പല സാമൂഹ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ നടത്തുന്ന ഈ പൊളിക്കൽ നാടകമല്ലാതെ ശാശ്വത പരിഹാരത്തിന് അധികാരികൾ ശ്രമിക്കാറില്ല. അതിന്റെ പിന്നിൽ വേറെ ചില അനധികൃത ഇടപാടുകൾ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കും. അങ്കമാലിയിലുള്ള എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് സെന്ററിൽ ജനുവരി 28-നാണ് ശില്പശാല. പുതിയ സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ, രജിസ്ട്രേഷനുകൾ, വ്യവസായ വകുപ്പിൽ നിന്നുള്ള സബ്സിഡികൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, വിജയിച്ച സംരംഭകരുടെ അനുഭവം പങ്കിടൽ തുടങ്ങിയവയാണ് ശില്പശാലയുടെ ഉള്ളടക്കം. താൽപ്പര്യമുള്ളവർ ഓൺലൈനായി ജനുവരി 25-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം.
ശില്പശാല സൗജന്യമായതിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 50 പേർക്ക് മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 0484 2532 890. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1.5 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് സഹായവും ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994 449314. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ സമീപകാലത്തുണ്ടായ മുങ്ങിമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ കർശനമാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പുത്തൂർ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ഗ്രാമസഭ സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മണ്ണുത്തി സ്വദേശികളായ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.